നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. സുരക്ഷിത പൈപ്പുകളിലൂടെ പ്രകൃതിവാതകം ഭവനങ്ങളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സിറ്റി ഗ്യാസ് ലൈൻ പദ്ധതി തിരുവല്ലയിലും. പദ്ധതിയുടെ ഭാഗമായി 4 ഗ്യാസ് സ്റ്റേഷനുകൾ തുടങ്ങും. തിരുവല്ല, പത്തനംതിട്ട, കോഴഞ്ചേരി, കുളനട എന്നിവിടങ്ങളിലാണ് ഗ്യാസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത്. ഇവിടങ്ങളിലെ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയുടെ പെട്രോൾ പമ്പുകളുമായി സഹകരിച്ചായിരിക്കും നിർമ്മാണം നടത്തുന്നത്. കുളനടയിൽ ഗ്യാസ് സ്റ്റേഷന്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ബാക്കി 3 നിർമ്മാണം തുടങ്ങാനാണ് തീരുമാനം. പ്രാഥമിക ഘട്ടത്തിൽ CNG വാഹനങ്ങൾക്കുള്ള ഗ്യാസ് സ്റ്റേഷനുകളായിട്ടാണ് ഇവയെല്ലാം പ്രവർത്തിക്കുക. 2ാം ഘട്ടത്തിൽ ഇവിടെ നിന്നും വീടുകളിലേക്ക് കണക്ഷൻ നൽകുന്ന ജോലികളും തുടങ്ങും. CNG വാഹനങ്ങൾക്ക് നൽകാനുള്ള പമ്പുകളും പ്രവർത്തിപ്പിക്കാം. ടെൻഡർ നടപടികളിലൂടെയാണ് ജില്ലകളിലെ വിതരണ ചുമതല നൽകുന്നത്. തിരിച്ചറിയൽ രേഖ നൽകി വീടുകളിലേക്ക് കണക്ഷൻ എടുക്കാം. 2 വർഷത്തിനുള്ളിൽ പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് സൂചന. വീടുകളിലേക്ക് പൈപ്പുകളിലൂടെ പ്രകൃതിവാതകം വിതരണം ചെയ്യുന്നതിന് മുൻപായി അതത് പ്രദേശങ്ങളിൽ വിശദമായ പഠനം നടത്തേണ്ടതുണ്ട്. കൂടാതെ പൈപ്പ് വഴി കണക്ഷൻ വേണ്ട വീടുകൾ, പൈപ്പ് ലൈൻ കടന്നുപോകുന്ന റോഡുകൾ എന്നിവയെക്കുറിച്ചുള്ള സർവേയും ആവശ്യമാണ്. ജില്ലയിൽ 2 മാസത്തിനകം ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പദ്ധതിയുടെ ചുമതലയുള്ള ഷോല ഗ്യാസ് കമ്പനി അധികൃതർ വ്യക്തമാക്കി. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ സിറ്റി ഗ്യാസ് പദ്ധതി ഈ കമ്പനിയാണ് നടപ്പാക്കുന്നത്. നിലവിൽ കോട്ടയം ജില്ലയിൽ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപകടരഹിതവും ചിലവ് കുറഞ്ഞതുമായ രീതിയാണ് സിറ്റി ഗ്യാസ് പദ്ധതി. LPGയേക്കാൾ 25 മുതൽ 30% വരെ ചെലവ് കുറവാണ്. മുഴുവൻ സമയവും പാചകവാതകം ലഭ്യമാകുമെന്നാണ് സിറ്റി ഗ്യാസിന്റെ മറ്റൊരു പ്രധാന ആകർഷണം. പൈപ്പ് ലൈൻ കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും പാചകവാതകം ലഭ്യമാക്കും. കിലോ അളവിലാണ് വാതക ഉപയോഗത്തിന്റെ കണക്കെടുക്കുക. 1 കിലോ പാചകവാതകത്തിന് 56 രൂപയാണ് ഈടാക്കുന്നത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന CNG അഥവാ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന് കിലോഗ്രാമിന് 85 രൂപയാണ് വില. കണക്ഷന് വേണ്ടി പൈപ്പിടുന്ന ജോലികൾ മുതൽ സ്റ്റൗ ബർണറുകൾ മാറ്റുന്നത് വരെയുള്ള പ്രവൃത്തികൾ മുഴുവനും ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട കമ്പനിയായിരിക്കും. ഇവയുടെ ചെലവായി ഉപഭോക്താക്കളിൽ നിന്നും 5000 മുതൽ 6000 രൂപ വരെ ഈടാക്കും. കണക്ഷൻ എടുത്ത ഉപഭോക്താവ് മാസങ്ങളോളം സ്ഥലത്തില്ലെങ്കിൽ അധികൃതരെ നേരത്തെ അറിയിച്ച് വിച്ഛേദിക്കണം. പിന്നീട് കണക്ഷൻ വീണ്ടും എടുക്കാൻ പ്രത്യേക ഫീസും ഈടാക്കില്ല. 2 മാസത്തിലൊരിക്കൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തിയെടുക്കുന്ന മീറ്റർ റീഡിംഗിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബില്ല് നൽകുക. ഉപയോഗിക്കുന്ന ഗ്യാസിന് മാത്രം ബിൽ നൽകിയാൽ മതിയാകും. ഓരോ സംസ്ഥാനത്തും ഒരു ഭൗമപരിധി നിശ്ചയിച്ചാണ് സിറ്റി ഗ്യാസ് അനുവദിക്കുന്നത്. ഒരു ഭൗമപരിധി എന്നത് 3 ജില്ല വരെ ഉൾക്കൊള്ളുന്നതാണ്. രാജ്യത്ത് മൊത്തം 228 ഭൗമപരിധിയിലാണ് നിലവിലിത് അനുവദിച്ചിരുന്നത്. എറണാകുളം, കളമശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും പത്തനംതിട്ടയിലേക്കുമാണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുക. മൂവാറ്റുപുഴ MC റോഡ് പാതയിലായിരിക്കും കമ്പനിയുടെ പൈപ്പ് ലൈൻ. ഗെയിലിന്റെ കളമശ്ശേരിയിലെ സ്റ്റേഷൻ മുതൽ AG&P പ്രഥമിന്റെ തിരുവനന്തപുരം കൊച്ചുവേളിയിലെ ഗ്യാസ് സ്റ്റേഷൻ വരെയാകും ദേശീയ പാതയോരത്തുകൂടിയുള്ള പൈപ്പ് ലൈൻ. LPGയേക്കാൾ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാണ് PNG. തീപിടുത്തം, പൊട്ടിത്തെറി എന്നിവ ഉണ്ടാകില്ല. ചോർന്നാലും തീപിടുത്തമോ പൊട്ടിത്തെറിയോ സംഭവിക്കില്ല. പൈപ്പിലൂടെ 24 മണിക്കൂറും പാചകവാതകം ലഭിക്കുമെന്നതാണ് മറ്റൊരു നേട്ടം. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.